നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം. കേരള വാർത്തകൾ ചുരുക്കത്തിൽ. നടി കാവ്യ മാധവന്റെ പിതാവ് പി മാധവൻ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. കാസർഗോഡ് നീലേശ്വരം സ്വദേശിയാണ്. ചെന്നൈയിൽ വെച്ചായിരുന്നു അന്ത്യം. സംസ്കാരം പിന്നീട് കൊച്ചിയിൽ നടക്കും. ആലപ്പുഴയിലും എറണാകുളത്തും കടൽ തീരത്തടിഞ്ഞ വാതക കണ്ടെയ്നറുകൾ കൊച്ചി തീരത്ത് തീപിടിച്ച സിംഗപ്പൂർ കപ്പൽ വാൻഹയിൽ നിന്നുള്ളതാണെന്ന് നിഗമനം. അമ്പലപ്പുഴ നോർത്ത് പഞ്ചായത്തിലെ വളഞ്ഞവഴി കക്കായം തീരത്തും എറണാകുളം ചെല്ലാനം തീരത്തുമാണ് കണ്ടെയ്നറുകൾ അടിഞ്ഞത്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് അറിയിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ഗുജറാത്തിന് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു ചക്രവാത ചുഴി വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നു. ഇക്കാരണങ്ങളാൽ കേരളത്തിൽ അടുത്ത 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിന്റെ F-35B ലൈറ്റനിംഗ് വിമാനം ഇക്കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയിരുന്നു. വിമാനത്താവളത്തിൽ ഇറങ്ങിയതിനു പിന്നാലെ അതിന്റെ പൈലറ്റ് ക്യാപ്റ്റൻ മൈക്ക് നിയമപരമായ കസ്റ്റംസ് ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയെങ്കിലും വിമാനത്തിന്റെ സമീപത്ത് നിന്ന് മാറാൻ കൂട്ടാക്കിയില്ല. തുടർന്ന് വിമാനത്താവള അധികൃതർ വിമാനത്തിനടുത്തായി തന്നെ അദ്ദേഹത്തിന് ഒരു കസേരയിട്ടു നൽകി. അദ്ദേഹത്തെ കൊണ്ടുപോകാനായി റോയൽ നേവി ഹെലികോപ്റ്റർ എത്തുന്നതുവരെ അദ്ദേഹം വിമാനത്തിനടുത്ത് കസേരയിൽ ഇരിക്കുകയായിരുന്നു. തികച്ചും അസാധാരണമായ ഈ നടപടി എക്സ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ഊഹാപോഹങ്ങൾക്കും ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾക്കുമെല്ലാം വഴിതെളിച്ചിരിക്കുകയാണ്. യുദ്ധവിമാനത്തിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കാനാവാത്തതിനാൽ ഇന്നലെയും തിരികെ പോയില്ല. അമേരിക്കൻ നിർമ്മിത F-35 യുദ്ധവിമാനത്തിന്റെ തകരാർ പരിഹരിക്കാൻ 3 എഞ്ചിനീയർമാരും ഒരു പൈലറ്റുമടങ്ങിയ സംഘം എത്തിയിരുന്നു. വ്യോമസേന എഞ്ചിനീയർമാരുടെ സഹായത്തോടെ അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും ഇന്നലെ പറന്നുയരാനായില്ല. ശേഷിക്കുന്ന തകരാർ കൂടി പരിഹരിച്ച് ഇന്ന് വിമാനം കടലിൽ 100 നോട്ടിക്കൽ മൈൽ അകലെ നങ്കൂരമിട്ടിരിക്കുന്ന HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന പടക്കപ്പലിലേക്ക് പറക്കും. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പിൽ പ്രീമിയത്തിനൊപ്പം ആനുകൂല്യവും കൂട്ടാൻ ശുപാർശ. പ്രതിമാസം പ്രീമിയം 500 രൂപയിൽ നിന്ന് 750 രൂപയാക്കാനാണ് ധനവകുപ്പ് വിദഗ്ധ സമിതിയുടെ ശുപാർശ. തീരുമാനമെടുക്കാനായി ധനവകുപ്പ് മുഖ്യമന്ത്രിക്ക് ഫയൽ കൈമാറി. റേഷൻ കടകളിലെ POS യന്ത്രങ്ങളെ ത്രാസുമായി ബന്ധിപ്പിക്കാൻ തീരുമാനം. 33.50 കോടിയുടെ പദ്ധതിക്ക് ഈ സാമ്പത്തിക വർഷത്തേക്ക് 10 കോടി രൂപ അനുവദിച്ചു. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരമുള്ള ഈ ക്രമീകരണം വരുന്നതോടെ തൂക്കി നൽകുന്ന ഭക്ഷ്യവസ്തുവിന്റെ അളവിന്റെ ബിൽ മാത്രമേ പ്രിന്റ് ചെയ്തു വരൂ. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പാർട്ടി വിട്ടതിനെ തുടർന്ന് പാലക്കാട് കോട്ടായിലെ കോൺഗ്രസ് ഓഫീസ് CPM പ്രവർത്തകർ പിടിച്ചു. കോട്ടായി മണ്ഡലം പ്രസിഡന്റ് മോഹൻകുമാറും CPM പ്രാദേശിക നേതാക്കളും ചേർന്നാണ് പോലീസ് പൂട്ടിയ ഓഫീസിന്റെ വാതിൽ പൊളിച്ചകത്ത് കയറിയത്. സമൂഹ മാധ്യമത്തിലൂടെ KSRTC അപമാനിച്ച KSRTC ഡ്രൈവർക്കെതിരെ നടപടി. കാസർഗോഡ് യൂണിറ്റിലെ ഡ്രൈവറായ V ഹരിദാസിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഗുരുതര അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് നടപടി. യൂട്യൂബ് ചാനലിലൂടെയാണ് ഇയാൾ KSRTCയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചത്. ഇയാളെ അടുത്ത കാലത്ത് അച്ചടക്ക നടപടിയുടെ ഭാഗമായി പിറവത്തേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ വിട്ട് ഗ്രീസിലേക്ക് ഓടിപ്പോയി എന്ന വാർത്ത നൽകിയ മീഡിയ 1 ചാനലിനെതിരെ ആഞ്ഞടിച്ച് ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന മലയാളിയായ ജിബി. ഇത്തരമൊരു കള്ളവാർത്ത രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ പ്രചരിപ്പിച്ചത് മനസാക്ഷിക്ക് നിരക്കാത്തതാണെന്നും ജിബി പറയുന്നു. സർക്കാരിന്റെ അനുനയത്തിന് ഗവർണർ RV ആർലേക്കർ വഴങ്ങി. രാജ്ഭവനിലെ സർക്കാർ പരിപാടികളിൽ ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൈയെടുത്തു നടത്തിയ അനുനയ നീക്കങ്ങൾക്കൊടുവിലാണ് തീരുമാനം. അടുത്ത പോലീസ് മേധാവിയാകാൻ അർഹതയുള്ള യോഗേഷ് ഗുപ്തയോട് ആ പദവി വേണ്ടെന്ന് എഴുതി നൽകാൻ സർക്കാർ സമ്മർദ്ദം. സാധ്യമല്ലെന്ന് യോഗേഷ് ഗുപ്ത. കേന്ദ്ര സർവീസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ED മേധാവിയാകാൻ കേസും അന്വേഷണവും ഇല്ലെന്ന ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാൻ ഇങ്ങനെയൊരു ഉപാധി വയ്ക്കുകയായിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. ഇടതുമുന്നണി സ്ഥാനാർത്ഥി M സ്വരാജ് രാവിലെ 8 മണി മുതൽ വഴിക്കടവിൽ നിന്ന് നിലമ്പൂർ വരെ റോഡ് ഷോ നടത്തും. UDF സ്ഥാനാർത്ഥി ഉച്ചവരെ മണ്ഡലത്തിലെ പ്രധാന വോട്ടർമാരെ നേരിട്ട് കാണും. ഉച്ചയ്ക്ക് 12 മണി മുതൽ വഴിക്കടവിൽ നിന്ന് നിലമ്പൂരിലേക്ക് ബൈക്ക് റാലിയിലും പങ്കെടുക്കും. BJP സ്ഥാനാർത്ഥി മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വോട്ട് ചോദിക്കും. PV അൻവർ വ്യക്തിപരമായിട്ടുള്ള വോട്ട് ചോദിക്കലാണ് ഇന്ന് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വൈകുന്നേരത്തോടെ നിലമ്പൂരിൽ കേന്ദ്രീകരിക്കുന്ന സ്ഥാനാർത്ഥികൾ കൊട്ടിക്കലാശത്തിലും പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം.